Dear students, we are starting in new chapter, digestion and absorption. Digestion ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു 8ലും 9ത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഡൈജഷന് സഹായിക്കുന്ന പാർട്സ് ഏതൊക്കെയാണ് ബോഡിയിലുള്ളത്, ഡൈജസ്റ്റീവ് സിസ്റ്റം അതിലേതൊക്കെ പാർട്സ് ഇൻക്ലൂഡഡ് ആണ്, ദെൻ വാട്ട് ഈസ് അബ്സോർപ്ഷൻ. ഡൈജഷന് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് ഷുഡ് ബി അബ്സോർബ്ഡ് ഇൻ ടു ദ ബോഡി. അപ്പോൾ എങ്ങനെയാണ് അബ്സോർപ്ഷൻ നടക്കുക, ഓരോ ബയോമോളിക്യൂൾസിൻ്റെ അബ്സോർപ്ഷൻ എങ്ങനെയാണ് നടക്കുക, ഇതൊക്കെയാണ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. So first we can see what is nutrition. Nutrition is the getting and utilization of energy-rich nutrients by an organism. എനർജി തരാൻ നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമുക്ക് എനർജി തരാൻ വേണ്ടി അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ആ കഴിച്ച ഭക്ഷണത്തിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക, അതൊക്കെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഫുഡ് പ്രൊവൈഡ്സ് എനർജി ഫോർ ലൈഫ് ആക്ടിവിറ്റീസ്, materials for growth, maintenance of body temperature, repair of tissues. അപ്പോൾ ഫുഡ് കഴിച്ചതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. ഫുഡിൽ നിന്ന് യു വിൽ ഗെറ്റ് എനർജി ഫോർ ദ ലൈഫ് ആക്ടിവിറ്റീസ്, ഓൾ ദ ഫുൾ ഡേ ആക്ടിവിറ്റീസ്, ദെൻ ഫോർ ദ ഗ്രോത്ത്, മെറ്റീരിയൽസ് ഫോർ ദ ഗ്രോത്ത്, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ദെൻ ടിഷ്യൂ റിപ്പയർ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നത്, which are the different categories of nutrients: carbohydrates, proteins, fats, vitamins, minerals, water. വാട്ടറിന് ഒരു മേജർ റോൾ ഉണ്ട്. വാട്ടർ പ്ലേസ് an important role in the metabolic process and prevents dehydration of the body. അപ്പോൾ ബോഡിയുടെ ഡീഹൈഡ്രേഷനിൽ നിന്ന്, ബോഡിയിൽ വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വളരെ മോശമായ അവസ്ഥയായിരിക്കും. കാരണം ബോഡി പ്രോസസ്സ്, മെറ്റബോളിക് പ്രോസസ്സ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല, ഭയങ്കര ക്ഷീണം ഉണ്ടാവും, ഫറ്റീഗ് ഇതൊക്കെ ഉണ്ടാവും. സോ വാട്ടറിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ. ദെൻ നൗ വി ക്യാൻ സി ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം: എലിമെൻ്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻസും. ഫസ്റ്റ് വി ക്യാൻ സി വിച്ച് ആർ ദ പാർട്സ് ഓഫ് എലിമെൻ്ററി കനാൽ. സ്റ്റാർട്ടിംഗ് ഇസ് ദ മൗത്ത്. Diagram നിങ്ങൾക്ക് അറിയാം, mouth, then buccal cavity, then pharynx, esophagus, stomach, small intestine, large intestine, then anus. ഇതൊക്കെയാണ് എലിമെൻ്ററി കനാലിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. ആൻഡ് ഓൾസോ ദർ ആർ സം ഡൈജസ്റ്റീവ് ഗ്ലാൻസ്. ഡൈജഷന് സഹായിക്കുന്ന ചില ഡൈജസ്റ്റീവ് ഗ്ലാൻസും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. The important digestive glands are salivary glands, gastric glands, liver, pancreas, intestinal glands. അല്ലെ, എലിമെൻ്ററി കനാലിലെ ഫസ്റ്റ് പാർട്ടാണ് ബക്കൽ കാവിറ്റി. ബക്കൽ കാവിറ്റി ആണ് ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റീജിയൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വായും അതിനോട് അസോസിയേറ്റഡ് ഉള്ള ഭാഗങ്ങളുമാണ്. ഓർ മൗത്ത് കാവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഓറൽ കാവിറ്റി. സോ നമ്മൾ ഭക്ഷണം ഫസ്റ്റ് കഴിക്കുന്ന ഭക്ഷണം റിസീവ് ചെയ്യുന്ന റീജിയനാണ് മൗത്ത്. What is the function of mouth? To receive the food or ingestion. Buccal cavity ഏതൊക്കെയാണ് പാർട്സ്? കൺസിസ്റ്റ് ഓഫ് പാലറ്റ്, മുകൾ ഭാഗം പാലറ്റ് ആണ്, റൂഫ് റീജിയൻ ആണ് വായയുടെ. ദെൻ ടീത്ത് ആൻഡ് മസ്കുലാർ ടങ്. പാലറ്റ് ഹാസ് ആൻറ്റീരിയർ ഹാർഡ് പാലറ്റ് ആൻഡ് പോസ്റ്റീരിയർ സോഫ്റ്റ് പാലറ്റ്. അപ്പോൾ പാലറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, മുകൾ ഭാഗം ഒരു ആൻറ്റീരിയർ റീജിയനിൽ, ഫ്രണ്ട് പോർഷനിൽ ഹാർഡായിട്ടുള്ള റീജിയൻ ആണ്, ബാക്ക് എൻഡ് വരുമ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് അതിരിക്കുന്നത്. ദെൻ അനദർ പാർട്ടാണ്, ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടങ് ഒരു മസ്കുലർ ഓർഗൻ ആണ്. അത് ഓറൽ കാവിറ്റിയുടെ ഫ്ലോറിലേക്ക് അറ്റാച്ച് ചെയ്ത് കാണും. അറ്റാച്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് അറിയാം, നാവ് പൊന്തിക്കുമ്പോൾ ഫീൽ ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫ്രെനുലം. ചെറിയൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു ചെറിയ സ്കിൻ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാം. ദറ്റ് ഈസ് കോൾഡ് ഫ്രെനുലം. ആ ഫ്രെനുലം ആണ് ടങ്ങിനെ ഓറൽ കാവിറ്റിയുടെ അല്ലെങ്കിൽ ബക്കൽ കാവിറ്റിയുടെ ഫ്ലോറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. Tongue has small projections called papillae, and papillae bear taste buds. അപ്പോൾ ടങ്ങിലാണ് നമുക്ക് ടേസ്റ്റ് അറിയുന്നത് അല്ലേ. ആ ടേസ്റ്റ് അറിയുന്ന ഓരോരോ റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസിൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ടങ്ങിലാണ് അപ്പോൾ ടേസ്റ്റിൻ്റെ മെയിൻ ആയിട്ട് റീജിയൻ, ടേസ്റ്റ് നമുക്ക് അറിയുന്ന റീജിയൻ ടങ്ങാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ടേസ്റ്റ് ബഡ്സ്. അറ്റ് ദ ബാക്ക് ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദ ടങ് ടോൺസിൽസ് ആർ പ്രസൻറ്റ്. കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ടങ്ങിൻ്റെ നാവിൻ്റെ ഏറ്റവും പുറകിൽ രണ്ട് സൈഡിലുമായിട്ട് യു ക്യാൻ സി ടോൺസിൽസ്.
ടോൺസിൽസിലാണ് ചിലപ്പോൾ ഇൻഫെക്ഷൻ വന്ന ടോൺസിലൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. ദെൻ ടീത്ത്. The nature and mode of arrangement of teeth is called dentition. ടീത്തിൻ്റെ നേച്ചർ, ടീത്ത് അറേഞ്ച് ചെയ്യില്ല, ഇതിനൊക്കെ ടോട്ടലി നമ്മൾ ഡെൻറ്റീഷൻ എന്നാ പറയുക. സോ ഹ്യൂമൻ ഡെൻറ്റീഷൻ 3 ടൈപ്സ് ആണ്. ഹെറ്ററോഡോണ്ട് ഡെൻറ്റീഷൻ, തീക്കോഡോണ്ട് ഡെൻറ്റീഷൻ, ഡിഫിയോഡോണ്ട് ഡെൻറ്റീഷൻ. 3 ടൈപ്സ് ആയിട്ടാണ് ഹ്യൂമൻ ഡെൻറ്റീഷൻ എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. സോ വാട്ട് ഈസ് ഹെറ്ററോഡോണ്ട് ഡെൻറ്റീഷൻ ഓർ വൈ ഹ്യൂമൻ ഡെൻറ്റീഷൻ ഇസ് കോൾഡ് ആസ് ഹെറ്ററോഡോണ്ട് ഡെൻറ്റീഷൻ? ഹെറ്ററോ എന്ന് പറഞ്ഞാൽ തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഹെറ്ററോഡോണ്ട് ഡെൻറ്റീഷൻ എന്ന് പറയാനുള്ള കാരണം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടീത്ത് ആർ പ്രസൻറ്റ്. നമ്മുടെ വായിലുള്ള പല്ലുകളെല്ലാം ഒരുപോലെയല്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അല്ലേ. മെയിൻലി ഏതൊക്കെയാണ്? ഇൻസസേഴ്സ് ഉണ്ട്, ഫ്രണ്ട് റീജിയനിൽ കാണുന്ന ഇൻസസേഴ്സ് ആണ്. ദെൻ നീളമുള്ള പല്ല്, കോമ്പല്ല് എന്നൊക്കെ പറയുന്നത്, അതായത് കനൈൻസ്. ദെൻ പ്രീമോളാസ്, എൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറുതായിട്ടുള്ള ഒരു കട്ട പല്ല് പോലെയുള്ളത് പ്രീമോളാസ്, ഏറ്റവും എൻഡിൽ വരുന്നത് മൊളാസ്. ഇതാണ് 4 തരത്തിലുള്ള പല്ലുകൾ. അപ്പോൾ 4 ഡിഫറെൻറ്റ് ടൈപ്പ് പല്ലുകൾ പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ഹ്യൂമൻ ഡെൻറ്റീഷൻ ഇസ് കോൾഡ് ആസ് ഹെറ്ററോഡോണ്ട് ഡെൻറ്റീഷൻ. ഈ 4 പല്ലുകൾക്കും ഡിഫറെൻറ്റ് യൂസ് ഉണ്ട്. ഇൻസസേഴ്സ് ആർ യൂസ്ഡ് ഫോർ കട്ടിങ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വെജിറ്റബിൾസ് അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസസേഴ്സ് യൂസ് ചെയ്യാം. കനൈൻസ് ആണെങ്കിലോ, കനൈൻസ് ടിയറിംഗ് ആണ്, ഫ്ലഷ് ഒക്കെ ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കനൈൻസ്. സോ ഇൻസസേഴ്സ് മിക്കവാറും ഹെർബിവോറസ് അനിമൽസിൽ കുറച്ചുകൂടി ഹൈലി ഡെവലപ്ഡ് ആയിരിക്കും. കാർണിവോറസ് അനിമൽസിൽ, അതായത് ഫ്ലഷ് ഈറ്റിംഗ് അനിമൽസിൽ കനൈൻസ് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിരിക്കും. ദെൻ പ്രീമൊളാസ് ഫോർ മാസ്റ്റിക്കേഷൻ, കഴിക്കുന്ന ഭക്ഷണം ഒന്ന് അരക്കൊക്കെ വേണം അല്ലേ, അതിനുവേണ്ടി പ്രീമൊളാസും മൊളാസും. എന്നാൽ മാത്രമേ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ, ഡൈജസ്റ്റീവ് ഗ്ലാൻസിന് അതുമേ ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രീമൊളാസ് ആൻഡ് മൊളാസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ചീക്ക് ടീത്ത് വിച്ച് ഹാവ് കസ്പ്സ്. അതിൻ്റെ മുകളിൽ കട്ടപ്പല്ലിൻ്റെ മുകളിൽ ആ പല്ലുകളുടെ മുകളിലുള്ള ഭാഗത്തിന് കസ്പ്സ് എന്നാണ് പറയുക. സോ human dentition is called as heterodont dentition because 4 main different kinds of teeth are present inside the buccal cavity or mouth cavity of human beings. They are incisors needed for cutting food, canines needed for tearing food, premolars and molars for mastication of food. Then why human dentition is called as thecodont dentition? അതിൻ്റെ കാരണം എന്താ? തീക്കോഡോണ്ട് ഡെൻറ്റീഷൻ, തീക്ക മീൻസ് സോക്കറ്റ്സ് ആണ്. സോക്കറ്റ്സിൽ പ്ലേസ്ഡ് ആയതുകൊണ്ട് നമ്മുടെ ജോയിൻ്റ് സോക്കറ്റ്, താടിയലിൻ്റെ സോക്കറ്റുകളിലാണ് പല്ലിരിക്കുന്നത്. പല്ല് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുഴികളുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സോക്കറ്റ്. ആ സോക്കറ്റ്സിലാണ് ഓരോ പല്ല് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹ്യൂമൻ ഡെൻറ്റീഷൻ നമ്മൾ തീക്കോഡോണ്ട് ഡെൻറ്റീഷൻ എന്ന് പറയുന്നു. ദെൻ വൈ ഹ്യൂമൻ ഡെൻറ്റീഷൻ ഇസ് കോൾഡ് ആസ് ഡിഫിയോഡോണ്ട് ഡെൻറ്റീഷൻ? ഡൈ മീൻസ് 2 ആണ്. അപ്പോൾ 2 തരം ഒരാളുടെ ലൈഫ് ടൈമിൽ 2 സെറ്റ് ടീത്ത് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആദ്യത്തെ പല്ലിനെ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽ പല്ലുകൾ എന്ന് പറയും. അത് പറഞ്ഞു പോയിട്ട് പിന്നെ വരുന്നത് പെർമനന്റ് ടീത്ത് ആണ്. അപ്പോൾ 2 സെറ്റ് പല്ലുകൾ വരുന്നത് കൊണ്ട് ഡിഫിയോഡോണ്ട് ഡെൻറ്റീഷൻ എന്ന് ഹ്യൂമൻ ഡെൻറ്റീഷൻ നമ്മൾ പറയുന്നു. മിൽക്ക് ടീത്ത് 20, ഏകദേശം 20 മിൽക്ക് ടീത്ത് ഉണ്ടാവുക. ഡെവലപ്സ് അറ്റ് 6 to 7 months ഓഫ് ബർത്ത്, 6 to 7 മാസം തുടങ്ങി പല്ല് വരാൻ തുടങ്ങും. They are replaced by permanent teeth at the age of 6 to 7. ഒരു 6-7 വയസ്സാകുമ്പോഴേക്കും ഈ മിൽക്ക് ടീത്ത്, പാൽ പല്ലുകളൊക്കെ പറഞ്ഞു പോയിട്ട് പെർമനന്റ് ടീത്ത് വരും. പെർമനന്റ് ടീത്ത് ഓൾമോസ്റ്റ് 32 ആണ് ഉണ്ടാവുക. ദ ലാസ്റ്റ് 4 മൊളാസ്, അതായത് വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത് ഒരു 18 വയസ്സിന് ശേഷം മാത്രമേ വിസ്ഡം ടീത്ത് ഉണ്ടാവുള്ളൂ. ദ ഹാർഡ് chewing surface of teeth is made up of enamel. അപ്പോൾ നമ്മുടെ പുറത്ത് കാണുന്ന വൈറ്റ് കളറിലെ ഹാർഡ് പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനാമൽ കൊണ്ടാണ്. Now we can see the dental formula, human dental formula. അപ്പോൾ എത്ര പല്ലുകളുണ്ട് അതനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ്, അത് ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമൊളാസ്, മൊളാസ്, അത് എത്ര എണ്ണം ഉണ്ട് അതനുസരിച്ചാണ് ഡെന്റൽ ഫോർമുല നമ്മൾ എഴുതുക. അപ്പോൾ ഹ്യൂമൻ ഡെന്റൽ ഫോർമുല ഓഫ് പെർമനന്റ് ടീത്തിൻ്റെ ഡെന്റൽ ഫോർമുല I2/2, അതായത് മുകൾ ഭാഗത്ത് 2/2 എന്ന് പറഞ്ഞാൽ മുകളിലെ 2 എന്ന് പറയുന്നത് ഒരു വായ തുറന്നാൽ പല്ലിൻ്റെ ഒരു ഹാഫിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ I എന്ന് പറയുന്നത് ഇൻസിസേഴ്സ്, ഒരു ഹാഫിൻ്റെ മുകൾ ഭാഗം എടുത്താൽ ഇൻസിസേഴ്സ് മുകളിൽ 2ഉം താഴെ ഭാഗം എടുത്താൽ താഴെ 2ഉം, ദാറ്റ് ഈസ് 2/2. അപ്പോൾ ഒരു ഹാഫിൻ്റെ ആണ് കേട്ടോ. ഇനി കനൈൻസ്, ഒരു ഹാഫിൽ മുകളിൽ 1ഉം താഴെ 1ഉം, മുകളിലത്തെ നിര പല്ലിൽ ഒരു കനൈനും താഴത്തെ നിരയിൽ ഒരു കനൈനും, പകുതിയിൽ കേട്ടോ, പല്ലിൻ്റെ പകുതി ഭാഗം. പ്രീമൊളാസ് 2/2, അപ്പോൾ മുകളിൽ 2 താഴെ 2. മൊളാസ് 3/3, മുകളിൽ 3 താഴെ 3, അപ്പോൾ ഇൻറ്റു 2 കൂട്ടാൻ കാരണം, ഈ മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം അത് ഹാഫാണ് എടുത്തത്, അടുത്ത ഹാഫിൻ്റെയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു.
So total number is 32. ഇനി ഡെന്റൽ ഫോർമുല ഓഫ് മിൽക്ക് ഡെന്റിഷൻ, പാൽപ്പല്ലുകൾ എങ്ങനെയായിരിക്കും? ഇൻസിസസ് 2/2, കനൈൻസ് 1/1, പ്രീമൊളാസ് 0/0, മൊളാസ് 2/2. അത് ഓൾമോസ്റ്റ് 20 മിൽക്ക് ടീത്ത് ആണ് ഉണ്ടാവുക. So this is the dental formula of permanent teeth. This is the dental formula of milk teeth. Then pharynx. Next part ആണ് ബക്കൽ cavity കഴിഞ്ഞാൽ immediately വരുന്ന next part ആണ് pharynx. Pharynxന് ഒരു പ്രത്യേകതയുണ്ട്. It is the common passage for digestive and respiratory system. നമുക്ക് digestive system ഉണ്ട്, respiratory system ഉണ്ട്. ഈ രണ്ട് സിസ്റ്റത്തിനും ഒരു common passage ആണ് pharynx. When food materials pass through the pharynx, the cartilaginous epiglottis closes the glottis, opening of larynx. Sound box ആണ് larynx എന്ന് പറയുക. And prevents the entry of food into trachea. അപ്പോൾ ഫാരിങ്സ് കോമൺ പാസേജ് ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മിക്കവാറും ഭക്ഷണം നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ട്രക്കിയയിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫാരിങ്സിൻ്റെ അവിടെയുള്ള ഒരു ഓപ്പണിംഗ്, അതാണ് ഗ്ലോട്ടിസ്. ആ ഗ്ലോട്ടിസിനെ കാർട്ടിലേജിനസ് ആയിട്ടുള്ള എപ്പിഗ്ലോട്ടിസ് വെച്ച് ക്ലോസ് ചെയ്യുന്നു. അതുവഴി ഭക്ഷണം ട്രക്കിയയിലേക്ക് എൻ്റർ ചെയ്യാതെ തടയാൻ സാധിക്കും. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഭക്ഷണം പെട്ടെന്ന് കയറി നിങ്ങൾക്ക് ഹിക്കപ്സ് ഉണ്ടാവാറുണ്ട്, എക്കിള് വരാറുണ്ട്. അതിൻ്റെ കാരണം ഈ ഫുഡ് പാർട്ടിക്കിൾസ് ട്രക്കിയയിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും കാരണം. സോ കാർട്ടിലേജിനസ് എപ്പിഗ്ലോട്ടിസ് ആണ് ഗ്ലോട്ടിസ് എന്ന ഓപ്പണിങ്ങിനെ ക്ലോസ് ചെയ്യാനുള്ള കാർട്ടിലേജ് ഫ്ലാപ്പ്. ഒരു അടപ്പ് പോലെയാണ് എപ്പിഗ്ലോട്ടിസ്. അത് ഫാരിങ്സിലുണ്ട്. ഈ ഫാരിങ്സിൽ വരുന്ന ഭക്ഷണം ട്രക്കിയിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യുന്നത്. Then after the pharynx, there is a long tube in the alimentary canal. It is called as esophagus. Esophagus, it is a muscular tube almost 30 centimeter in length that conducts food into stomach. അപ്പോൾ esophagus വഴി ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. Posterior part of esophagus has gastroesophageal sphincter, a circular muscle. It controls the opening of esophagus into stomach. അപ്പോൾ ഈസോഫാഗസ് എൻഡ് ചെയ്യുന്നത് സ്റ്റൊമക്കിലേക്കാണ് തുറക്കുക. അപ്പോൾ ഈസോഫാഗസിൻ്റെയും സ്റ്റൊമക്കിൻ്റെയും ഇടയിൽ ഒരു സ്പിങ്ചർ ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് സ്പിങ്ചർ എന്ന വാൽവാണ്. ദ വാൽവ് ഈസ് കോൾഡ് ആസ് ഗാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ. ഈ സ്പിങ്ചറാണ് ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് വരുന്നത് കൺട്രോൾ ചെയ്യുന്നത്. The next part is stomach. J-shaped structure for storage and digestion of food. ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് എത്തി. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ പ്രത്യേകത എന്താ? ഒരു ഓൾമോസ്റ്റ് ജെ എന്ന ആൽഫബറ്റിൻ്റെ ഷേപ്പിലാണ് സ്റ്റൊമക്ക് കാണുക. അവിടെയാണ് ഭക്ഷണം സ്റ്റോർ ചെയ്യുക. അവിടെയാണ് ഡൈജഷൻ്റെ മെയിൻ ഫങ്ഷൻസ് നടക്കുക. സ്റ്റാർട്ടിംഗ് ചെയ്തൊരു ഡൈജഷൻ്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഡൈജഷൻ പ്രോപ്പർലി നടക്കുന്ന ഒരു സ്ഥലമാണ് സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്കിനെ 3 parts ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അപ്പർ പാർട്ട് ഈസ് ഫണ്ടസ്, മുകൾ ഭാഗം. അപ്പർ പാർട്ട് ഈസ് ഫണ്ടസ്. ഇതാണ് ദിസ് ഇസ് ദ ആൻറ്റീരിയർ റീജിയൻ ഇസ് ഫണ്ടസ്. ദെൻ മിഡിൽ പാർട്ട് ഈസ് കാർഡിയാക്. ഇതാണ് കാർഡിയാക് റീജിയൻ. ആൻഡ് ലോവർ പാർട്ട് ഈസ് പൈലോറിക്. ഇതാണ് പൈലോറിക്. 3 parts ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദ പൈലോറിക് സ്റ്റൊമക് ലീഡ്സ് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പൈലോറിക് സ്റ്റൊമക് ഈ റീജിയൻ ഓപ്പൺ ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലേക്കാണ്. ബൈ ആൻ ഓപ്പണിംഗ് കോൾഡ് പൈലോറസ്. അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇറ്റ് ഇസ് കോൾഡ് പൈലോറസ്. ആ ഓപ്പണിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന വേറൊരു വാൽവ് അവിടെ ഉണ്ട്, ഇറ്റ് ഇസ് കോൾഡ് പൈലോറിക് സ്പിങ്ചർ. സ്പിങ്ചർ എന്ന വേർഡ് കേൾക്കുമ്പോഴേ ഓർത്തോളൂ അത് വാൽവാണ് കേട്ടോ. സോ ദർ ഇസ് എ പൈലോറിക് സ്പിങ്ചർ. അപ്പോൾ സ്റ്റൊമക്കിന് 3 parts. മുകളിൽ ആൻറ്റീരിയർ പാർട്ട് ഫണ്ടസ്, ദെൻ കാർഡിയാക്, ദെൻ പൈലോറസ്. പൈലോറിക് റീജിയൻ്റെ ഓപ്പണിംഗ് ആണ് പൈലോറസ്. ആ പൈലോറസിനെ കൺട്രോൾ ചെയ്യുന്ന സ്പിങ്ചറാണ് പൈലോറിക് സ്പിങ്ചർ. ദെൻ ഇന്നർ വാൾ ഓഫ് സ്റ്റൊമക് ബെയേഴ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫോൾഡ്സ്. സ്റ്റൊമക്കിൻ്റെ ഉള്ളിൽ ഇന്നർ വാളിൽ ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് കുറേ ഫോൾഡുകളുണ്ട്, നിറയെ മടക്കുകളുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് റൂഗെ. റൂഗെ, RUGAE, റൂഗെ. Now the small intestine, it is the longest part of gut. അപ്പോൾ എലിമെൻ്ററി കനാലിൻ്റെ ഏറ്റവും നീളമുള്ള ഭാഗം സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അത് ചെറിയ ചെറിയ ഫോൾഡ്സ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കതിൻ്റെ നീളം അറിയാത്തത്. ഓൾമോസ്റ്റ് 7 meter ലോങ് ആണ്. 2.5 centimeter ഡയമീറ്റർ ഉണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനെ 3 parts ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിയോഡിനം, ജെജുനം, ഇലിയം. ഡിയോഡിനാണ് ആദ്യത്തെ ഭാഗം. ഡിയോഡിനം, ദിസ് ഇസ് ദ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ ആദ്യം വരുന്ന വളവാണ് ഡിയോഡിനം, C ഷേപ്ഡ് ആണ്. ദെൻ ബാക്കി അടുത്ത നെക്സ്റ്റ് പാർട്ട് ജെജുനം, അത് മിഡിൽ പാർട്ടാണ്.
ഏറ്റവും അവസാനത്തെ പാർട്ടാണ് ഇലിയം. ഏറ്റവും ലാസ്റ്റ് പാർട്ട് ഇലിയം. ഇതാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ 3 പാർട്സ്. Then small intestine പ്രത്യേകതയുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് ഫിംഗർ ലൈക്ക് വില്ലൈ സീൻ അറ്റ് ദ മ്യൂക്കോസ. സ്റ്റൊമക്കിൻ്റെ ലെയേഴ്സിൽ ഒരു ലെയറാണ് മ്യൂക്കോസ ലെയർ. മ്യൂക്കോസ ലെയറിൽ ഫിംഗർ ഷേപ്ഡ്, വിരലിൻ്റെ ഷേപ്പിലുള്ള വില്ലൈ എന്നൊരു സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് വില്ലൈൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റൊമക്ക് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൻ്റെ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ, സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ കൂട്ടുക എന്നുള്ളതാണ് വില്ലയുടെ ഫംഗ്ഷൻ. ഈച്ച് വില്ലയുടെ സിംഗുലർ വേർഡാണ് വില്ലസ്. ഈച്ച് വില്ലസ് ഹാസ് എ ബ്രഷ് ബോർഡേർഡ് കൊളുംനാർ എപ്പിത്തീലിയൽ ലെയർ. അപ്പോൾ കൊളുംനാർ എപ്പിത്തീലിയം നമ്മൾ പഠിച്ചു. ബ്രഷ് ബോർഡർ എന്ന് പറഞ്ഞാൽ മുകളിൽ ബ്രഷിൻ്റെ പോലെയുള്ള ബ്രിസിൽസ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. പ്രൊവൈഡഡ് വിത്ത് മൈക്രോവില്ലൈ. അതിൻ്റെ മുകളിൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് മൈക്രോവില്ലൈ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ വില്ലസിൻ്റെ സ്ട്രക്ചർ ഇതാണ്. അതുണ്ടാക്കിയിരിക്കുന്നത് കൊളുംനാർ എപ്പിത്തീലിയമാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് മൈക്രോവില്ലൈ പ്രസൻ്റ് ആയിരിക്കും. വില്ലസ് കൺസിസ്റ്റ് ഓഫ് എ കാപ്പില്ലറി നെറ്റ്വർക്ക് ആൻഡ് എ സ്മോൾ ലിംഫ് വെസൽ. വില്ലസിൽ ഒരു ബ്ലഡ് വെസലും ഉണ്ട്, കൂടാതെ ബ്ലഡ് വെസലിൻ്റെ ഒരു നെറ്റ്വർക്കും ഉണ്ട്, കൂടാതെ ഒരു ലിംഫ് വെസലും പ്രസൻ്റ് ആണ്. ആ ലിംഫ് വെസലിനെ, ലിംഫും ബ്ലഡും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആണ്. അപ്പോൾ ലിംഫിനെ ക്യാരി ചെയ്യണ വെസൽ ലിംഫ് വെസൽ എന്ന് പറയുന്നു. ലിംഫ് വെസലിനെ ലാക്റ്റിയൽ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ലാക്റ്റിയൽ ഇറ്റ്സ് എ ലിംഫ് വെസൽ. അപ്പോൾ വില്ലസിൽ കാപ്പിലറി ട്യൂബ്, അതായത് ബ്ലഡും പാസ് ചെയ്യുന്നുണ്ട്, ലിംഫ് വെസലും ഉണ്ട്. ലിംഫ് വെസലിനെ ലാക്റ്റിയൽ എന്ന് പറയുന്നു. നൗ ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ഓൾമോസ്റ്റ് 1.5 meter long. It has 3 parts. 3 parts ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സീക്കം. സീക്കം it is well developed in herbivores but very small in man. ഹെർബിവോറസ് അനിമൽസിൽ വളരെ ഡെവലപ്ഡ് ആണ് സീക്കം, പക്ഷേ മാനിൽ വളരെ ചെറുതായിരിക്കും. Arising from the cecum is a finger-like vestigial organ, the vermiform appendix. അപ്പോൾ നോക്കി ഇവിടെ എന്താണ്? ദിസ് ഇസ് സീക്കം. സീക്കം കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഫിംഗർ പോലെ ഒരു സ്ട്രക്ചർ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യണം നമുക്ക് കാണാം. ദിസ് ഇസ് കോൾഡ് ആസ് vermiform appendix. vermiform appendix എന്നാണ് ഇതിനെ പറയുക. ഇനി നെക്സ്റ്റ് പാർട്ടാണ് കോളൻ. ദിസ് ഇസ് കോളൻ. ബാക്കി മുകളിൽ വരുന്ന ഈ പാർട്ടിനെ കംപ്ലീറ്റ് കോളൻ എന്നാണ് പറയുക. കോളനിൽ അസെൻഡിങ് കോളൻ ഉണ്ട്. ദിസ് ഇസ് അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ ആൻഡ് ഡിസെൻഡിങ് കോളൻ. അതെങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നത് അതനുസരിച്ചാണ് അസെൻഡിങ്, ട്രാൻസ്വേഴ്സ്, ഡിസെൻഡിങ് അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ് പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഈസ് റെക്ടം. ദ റെക്ടം എൻ്റെ ലാസ്റ്റ് പാർട്ടാണ് റെക്ടം. പെൽവിക് കോളൻ ലീഡ്സ് ടു റെക്ടം ദാറ്റ് ഓപ്പൺസ് ഔട്ട് ബൈ ആനസ്. അപ്പോൾ കോളൻ കഴിഞ്ഞാൽ റെക്ടത്തിലേക്കാണ് വരിക. റെക്ടം പുറത്തേക്ക് തുറക്കുന്നത് ഏനസ് വഴി. ഏനസ് ഇസ് ഗാർഡഡ് ബൈ ഏനൽ സ്പിങ്ചർ. ഇവിടെയും ഒരു വാൽവ് ഉണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ആസ് ഏനൽ സ്പിങ്ചർ. ഇതാണ് എലിമെന്ററി കനാലിലെ നെക്സ്റ്റ് പാർട്സ്. ഇൻ സം ഹെർബിവോസ് ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ കൺസിസ്റ്റ് ഓഫ് സെല്ലുലോസ് ഡൈജസ്റ്റിംഗ് ബാക്ടീരിയ. അപ്പോൾ ഹെർബിവോറസ് അനിമൽസിൽ ഹെർബിവോറസ് അനിമൽസ് പറഞ്ഞാൽ വെജിറ്റബിൾസ്, പുല്ല്, ഇതൊക്കെ തിന്നുന്ന അനിമൽസ് ആണ്. അപ്പോൾ അതിൽ ആ പുല്ലിലൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സെല്ലുലോസ് ആണ്. അപ്പോൾ അവരുടെ ശരീരത്തിൽ സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ പ്രസൻ്റ് ആയിരിക്കും. എലിമെന്ററി കനാലിനെ നമ്മൾ അതിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്താൽ, ട്രാൻസ്വേഴ്സ് കട്ട് ചെയ്താൽ അതിൽ 4 ലെയേഴ്സ് കാണാൻ സാധിക്കും. ഇന്നർമോസ്റ്റ് ലെയർ, ഏറ്റവും ഉള്ളിൽ വരുന്ന ലെയറാണ് മ്യൂക്കോസ ലെയർ. മ്യൂക്കോസ ലെയറിൽ സെക്രീറ്ററിയും അബ്സോർപ്റ്റീവും ആയിട്ടുള്ള സെൽസ് ആണ്. സെക്രട്ടറി ഫംഗ്ഷനും അബ്സോർപ്ഷൻ ഫംഗ്ഷനുള്ള സെൽസ് ആണ് ഉണ്ടാവുക. ഇനി മ്യൂക്കോസ ലെയറിന്റെ തൊട്ട് പുറത്തുള്ള ലെയറാണ് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഔട്ട്സൈഡ് മ്യൂക്കോസ. അവിടെ നെർവ്സും ബ്ലഡ് വെസൽസും കാണാൻ സാധിക്കും. ദെൻ അതിൻ്റെ തൊട്ട് പുറത്തെ ലെയറാണ് മസ്കുലാരിസ്. സബ് മ്യൂക്കോസ കഴിഞ്ഞാൽ മസ്കുലാരിസ്. സ്മൂത്ത് മസിൽ ലെയറാണ്. ദെൻ സിറോസ, ഔട്ടർ മോസ്റ്റ് ഫൈബ്രസ് ലെയർ. അപ്പോൾ ഈ ഗട്ട് ലെയേഴ്സിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏറ്റവും ഉള്ളിലത്തെ ലെയർ മ്യൂക്കോസ, അത് കഴിഞ്ഞാൽ തൊട്ട് പുറത്തുള്ളത് സബ് മ്യൂക്കോസ, ദെൻ ഇറ്റ് ഈസ് മസ്കുലാരിസ്, ദെൻ സിറോസ. അല്ലെങ്കിൽ മ്യൂക്കോസയിൽ സെക്രീറ്ററിയും അബ്സോർപ്ഷനും ഫങ്ഷൻസ് ഉള്ള സെൽസ് ആണ്. സബ് മ്യൂക്കോസയിൽ നെർവ്സും ബ്ലഡ് വെസൽസും ആണുള്ളത്. മസ്കുലാരിസിൽ മസിൽ ലെയേഴ്സ് ആണുള്ളത്. സിറോസ ഫൈബ്രസ് ലെയർ ആണ്. ദിസ് ഇസ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹോൾ. എല്ലാ പാർട്സും ഇൻക്ലൂഡഡ് ആണ്. ബക്കൽ ക്യാവിറ്റി, ദെൻ ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, ഗ്ലാൻസ് നമ്മൾ പറയുന്നില്ല, അവിടെ ലിവർ ഒന്നും മെൻഷൻ ചെയ്യാത്തത്. ഇപ്പോൾ സ്റ്റൊമക്, ദെൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, റെക്ടം, ഏനസ്. ഇതൊക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ്. ആക്സസറി ഗ്ലാൻസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം.